ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിൽ. അപ്പം നമ്മളിന്നിപ്പോൾ കളിക്കാൻ പോകണമെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റാണ്. റിയൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ അതിന് എൻ്റെ വൺ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഗെയിമാണ്. അപ്പം ഞാൻ കളിക്കറാം. ഞാൻ കുറച്ച് സർവൈവൽ വേൾഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ചെറിയ ലാഗുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കളിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ബ്ലോക്ക് സ്കൈ ബ്ലോക്കായിരുന്നു ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്കിപ്പോൾ അതല്ല കളിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കളിക്കുവാണ്. അതൊക്കെ നമുക്കല്ലാതെ തന്നെ കളിക്ക് ഗൈസ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഗൈസ് ചെറിയൊരു പ്രശ്നമായിരുന്നു, നമ്മൾ നെറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന സർവൈവൽ വേൾഡാണ്. പിന്നെ അത് ഇൻഫിനിറ്റി. ഓക്കെ, ഡൺ. ഷോ കോർഡിനേറ്റ്സ് ഓണാക്കിയിട്ടേക്കാം. പിന്നെ ഗൈസ് എന്തൊക്കെയാണ് വേണ്ടത്? ആക്ടിവിറ്റി ചീറ്റ്സ്. കാരണം എന്ന് വെച്ചാൽ ഗൈസ് എനിക്ക് മറ്റേ കീപ്പ് ഇൻവെൻട്രി ചെയ്ത് എനിക്കത് ചെറിയ പേടിയായി. കയ്യിൽ നിന്ന് സാധനം പോയി കഴിയുമ്പോൾ വിഷമമുണ്ടല്ലോ, അങ്ങനെ വരാതിരിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ചെയ്തതുപോലെ ഒന്ന് കീപ്പ് ഇൻവെൻട്രി ഇടുവാണെങ്കിൽ സാധനങ്ങൾ നമ്മൾ ചത്താലും പോകില്ല. അതൊരു ഗുണമുള്ള സാധനമാണ്. അത് ഞാൻ വൺ ബ്ലോക്ക് കളിക്കുമ്പോൾ എപ്പോഴും ഓണാക്കിയിട്ടിട്ടാണ് കളിക്കണേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അൺബ്ലോക്കിൽ എന്തായിരുന്നു പറഞ്ഞാൽ ഒന്ന് കാര്യമായിട്ട് വീണാൽ തീർന്ന കേസേ ഉള്ളൂ. കയ്യുടെ സാധനം മൊത്തം പോയി, പിന്നെ ഒരു ഡിപ്രഷനേക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതി. അപ്പോൾ നമ്മൾ കളി കയറിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ വേൾഡ്. എന്തൊരു മനോഹരം എന്ന് പറഞ്ഞാൽ കാര്യം. എവിടെ ഒരൊറ്റ ആട്ടുംകുട്ടി പോലും ഇല്ലല്ലോ അവിടെ. അറിയാൻ പാടില്ലെന്ന് വിചാരിക്കും ആൾക്കാരുകൾ. നമുക്ക് വിട്ടത് എന്തൊരു മരാടേ. ഇത്രയും മരം ആദ്യമായിട്ട് എനിക്ക് അപ്പോഴേ തോന്നുന്നത് ഒരു കേവാന്ന്. ഞാൻ ഇനി പോയി പൊളിക്കട്ടെ. പൊളിച്ചു. ഓക്കെ ഗൈസ്, നമുക്ക് വെട്ടാം. പിന്നെ ഇത് ഞാൻ ഫോണിലാട്ടോ ഗൈസ് ഗെയിം കളിക്കണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അല്ലാതെ കളിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. കമ്പ്യൂട്ടർ കയറ്റണമെന്നുണ്ട്, പക്ഷേ കമ്പ്യൂട്ടറിലുള്ള സ്റ്റോറേജും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഗെയിമിംഗ് സെറ്റപ്പിൽ ഞാൻ റോൾ ബ്ലോക്സ് മാത്രമാണ് കമ്പ്യൂട്ടർ മെയിനായിട്ട് കളിക്കുന്നത്. കാരണം വെച്ചാൽ ചെറിയ ഹാങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നൈസായിട്ട് എൻ്റെ ഒരു പ്രാവശ്യം എനിക്ക് പണിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കളിക്കാത്തത്. എന്തൊരു മരമാണ് ഇതിൻ്റെ അകത്ത്. ഇത്ര മരമൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത് ശരിക്കും? ഈ മരം വെട്ടി തീരുന്നത് നാളെ രാവിലെ ആവാതിരുന്നത്. എനിക്ക് രാത്രിയാണ് ഗൈസ് പേടി. എല്ലാവരുടെയും പേടി സ്വപ്നമാണ്. എല്ലാവരുടെയും ഒന്നുമല്ല, ചിലവരുടെ മാത്രം. ചിലവർക്ക് രാത്രിന്ന് കേട്ടാൽ ഓടുന്നു. മനുഷ്യ പേടിപ്പിക്കലോടോ. ഞാൻ അതേ ഷീപ്പ് നിൽക്കേ ഒരു ക്രാഫ്റ്റിൻ്റെ ഉണ്ടാക്കണം. എന്നിട്ട് പോയിട്ട് അത് വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കി എന്നിട്ട് പോയിട്ട് എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ വെക്കണം ഇവിടെ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഒരു സോഡ് വേണോ? ആക്സ് പോരെ? ആക്സാണ് നല്ലത്. ബാമ്പു ഒക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് കളി അറിയാൻ പാടില്ല എന്നൊന്നുമല്ല, ഒരു ഇച്ചിരിയൊക്കെ അറിയാം. ഒത്തിരി അറിയാൻ പാടില്ല, എന്നാലും കുറേയൊക്കെ അറിയാം. ഈ സാധനം എനിക്ക് ദേഷ്യം പിന്നെ പാപ്പ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുകയാണ്. എവിടെ 2 കെട്ടിന് കൊന്ന എവിടെ എന്തിനടെ ഇത്രയൊക്കെ റിയലിസ്റ്റിക് ആണോ അവിടെ? പിന്നെ ഇതൊരു ടെക്സ്ചർ പാക്ക് ഉള്ളതാട്ടോ എൻ്റെ അകത്ത്. നമ്മളായിട്ട് കയറ്റിയേക്കണമല്ല. എനിക്ക് കയറ്റണം എന്നൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ എൻ്റെ കയ്യിൽ സംഭവങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വേറെ ഇതിൻ്റെ പരസ്യം വരുന്നു ഗൈസ്. ഇതൊരു ചെറിയ പ്രശ്നമാണ്. എനിക്ക് എപ്പോൾ കളിച്ചാലും ഈ പ്രശ്നമുള്ളതാണ്. പിന്നെ ചില സമയത്ത് വലിയ ലോങ് വീഡിയോ ഒക്കെ ആയിരിക്കും. ഇങ്ങനെ വീഡിയോ ഞാനിപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം കണ്ട പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കളിക്കണം. ഇവനെ കൂടി തട്ടിയ 2 ഗോള്.
ഒരു ഷിയർ ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. എനിക്ക് എത്ര വൂളുണ്ടാക്കായിരുന്നു. ആ ഷിയറിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. കൊച്ചു കള്ളന്മാർ. എടാ എങ്ങോട്ടാടാ നീ പോണേ? തന്നിട്ട് പോടാ നിൻ്റെ വൂള്. ഒരു വെട്ടും കൂടി മടിയാണാ. കുറച്ച് വൂളെടുത്തിട്ട് പോ. വൂളും വേണം, പിന്നെ മറ്റേ ഇതും വേണം, ഈ ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും കൊല്ലണേ. എവിടെയാടാ? എനിക്ക് കോഴീനെ ഞാൻ കൊല്ലാറില്ല, കാരണം വെച്ചാൽ ഭയങ്കര പാടാണ്. നമുക്കിവിടെ തന്നെ ബേസ് സെറ്റ് ചെയ്യണോ അതോ വേറെ കൂടിയും പോകണോ? ഇവിടെ തന്നെ ആയിക്കോട്ടെ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാ. അല്ല പിന്നെ എന്നത്തിനാ പേടിക്കണേ? പിന്നെ ക്രീപ്പറിനെ മാത്രം പേടിച്ചാൽ മതി, അത് ചിലപ്പോൾ ഒന്ന് പൊട്ടും. ഇത് ഓഷിനാന്ന് തോന്നുന്നു ഗൈസ്. കണ്ടു, നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ക്രാഫ്റ്റിൻ്റെ ടേബിൾ നമുക്ക് ഇവിടെ അങ്ങ് വെച്ച് കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ എഡ്ജ് വന്നത്. നമുക്കിനി അതിനുള്ള വുഡ് എടുക്കാം. നമ്മൾ വുഡൊക്കെ വെച്ചിട്ടുണ്ടാക്കാറുള്ളൂ, ഇച്ചിരി റിച്ചാണേ. എന്തൊരു കിട്ടാത്ത എന്നിട്ട് അത് മതി. 16 വുഡുണ്ട്. സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.